ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യാത്ര ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? യാത്രാപ്രേമികൾക്ക് ചില്ലാക്കാൻ ഇതാ ഒരു കിടിലം സ്പോട്ട്. തിരുവനന്തപുരം നഗരമധ്യത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് വിട്ട് അങ്ങ് തെക്ക് നെട്ട. സോ ലെറ്റ്സ് ഗോ. ഇന്നൊരു അവധി ദിവസം കിട്ടിയതുകൊണ്ട് ഇന്നൊരു യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചു. കേരള തമിഴ്നാട് ബോർഡറിലുള്ള നെട്ടയിലോട്ടാണ് ഇന്നത്തെ യാത്ര. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 44 കിലോമീറ്റർ ഉണ്ട് നെട്ട വ്യൂ പോയിന്റിലെത്താൻ. വെള്ളറട കഴിഞ്ഞ് ആനപ്പാറ വഴിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഇന്ന് 2 ഫാമിലി ആയിട്ടാണ് നെട്ടയിലെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഫാമിലിയും മനുവിൻ്റെ ഫാമിലിയും ഉണ്ട്. മനുവിൻ്റെ കാറിലാണ് ഇന്നത്തെ യാത്ര. ബില്ലൊരു ഹായ് പറഞ്ഞേ. നീ ഇപ്പോൾ എവിടെ പോകുന്നേ? ആ, എവിടെയാണ്? എവിടെ? നെട്ടയിൽ പോവാണോ? ആ, അപ്പോൾ നമുക്ക് അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം അല്ലേ? ഒരു ഗ്രാമപ്രദേശത്തോട്ട് വന്ന് കയറിയ ഒരു ഫീലോടുകൂടിയാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ മൊത്തം കാണുന്ന റബ്ബറാണ് കേട്ടോ. അതിനിടയിൽ ഒരു ഹോട്ടൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പോകുന്ന വഴി ഒത്തിരി ഹോട്ടലുകൾ, പുഴമീനൊക്കെ വിൽക്കുന്ന ഒത്തിരി ഹോട്ടലുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങളങ്ങനെ നെട്ടയിലോട്ട് കയറുന്ന ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മൾ കാണുന്നത് ചിറ്റാർ ഡാമിൻ്റെ റിസർവെയർ ഏരിയ ആണ് കേട്ടോ. ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. എന്നാ ബ്യൂട്ടി അല്ലേ ഇത് കാണാൻ. ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം തന്നെയാണിത്. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കുറേ പാറക്കൂട്ടങ്ങളുടെ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു. ഒത്തിരി ഏരിയ ഉണ്ട്. അതോടൊപ്പം തന്നെ ചിറ്റാർ ഡാമിൻ്റെ റിസർവെയർ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മൈൻഡിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇത് കാണുന്നതൊക്കെ ഡാമിൻ്റെ ഒരു വ്യൂ ആണ്. ഇവിടെ പേര് കേട്ട 2 എസ്റ്റേറ്റുകളുണ്ട്. ഒന്ന് വൈകുണ്ഠ എസ്റ്റേറ്റും ശിവലോക എസ്റ്റേറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈകുണ്ഠ എസ്റ്റേറ്റിനകത്തുള്ള വ്യൂ പോയിന്റിലാണ്. പൊതുവെ ഇവിടെ അവധി ദിവസങ്ങൾ നല്ല തിരക്കാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ യാതൊരു സുരക്ഷാ മുൻകരുതലുകളും തന്നെ ഇല്ല. ലൈഫ് ഗാർഡ്സോ ഒന്നും തന്നെ ഇവിടെ ഇല്ല.
ഓക്കെ. ഇതാണ് അക്ഷയപാത്രം ഹോട്ടൽ നടത്തുന്ന സുഭദ്രാമ്മ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മക്കളെ എന്നുള്ളൊരു വിളി തന്നെയാണ്. വർഷങ്ങളായി ഇപ്പൊ എല്ലായിടവും പരലോകവും വിദേശവും അങ്ങും ഇങ്ങും ഒക്കെ അറിഞ്ഞിട്ട് 10 കൊല്ലാവും. സ്വർണ്ണം എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് 3 വർഷം. ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്ന് സ്വർണം കിട്ടി? ചെന്നൈ മേടിച്ചു തന്നു പൊന്നാട ഇട്ട്. ജർമ്മനിക്കാര് സ്വർണം തന്നു പൊന്നാട. ജർമ്മനിയിൽ നിന്നും കിട്ടി. ഗ്രേറ്റ്. ഖത്തറിൽ നിന്ന് പൈസ അയച്ചു തന്നു. അവർക്ക് വരാൻ പറ്റാത്തോണ്ടാ അമേരിക്കക്കാര് സ്വർണം തന്നു. ഒരു മാല. അപ്പൊ നമ്മള് മറ്റേ അപ്പുറത്തുനിന്ന് മാറിയിട്ട് എത്ര ദിവസമായി? മകരവിളക്കിന്റെ അന്ന് വന്നു. അവിടത്തേക്കാൾ നല്ല സ്പേസ് ഒക്കെ ഉണ്ടല്ലോ. ഇഷ്ടമായി. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ചൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൗകര്യമുണ്ട്. ചൂടും എല്ലാ നാട്ടിലെ ജനങ്ങളും സഹായമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ല വലുതായിട്ട് നല്ല രീതിയിൽ വിപുലമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എത്ര കടയുണ്ടെങ്കിലും അമ്മയെ നോക്കിയേ വരും. ഇവരെന്തായാലും ഒരു അക്ഷയപാത്രം തന്നെയാണ്. നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. നല്ല എന്താ പറയാ, ചോറിനായാലും കൂട്ടാനും എല്ലാം നല്ല ഒത്തിരി രീതിയിലുണ്ട്. 2.5 ലക്ഷം രൂപ അവരെ കയ്യിൽ ചിലക്കാണ് കമ്പനിക്കാർ പുറത്തുനിന്ന് വന്ന് ബോർഡ് വയ്ക്കാൻ. അവരെ കയ്യിൽ നിന്നാണ് 2.5 ലക്ഷം രൂപ. അപ്പം നമ്മളായിരുന്നല്ലേ അവർ തിരിച്ചത്. മക്കൾക്ക് 10 രൂപ കിട്ടും. ആണെങ്കിൽ 40 രൂപ. അല്ലെങ്കിൽ എന്തെങ്കിലും മരം പമ്മേടിക്കാൻ 10 രൂപ മക്കളെ പോ. ഇത് 1240 ഒരു കുപ്പി വെള്ളം കൂടി വാങ്ങിയിട്ടുണ്ട്. അക്ഷയപാത്രം ഹോട്ടലിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമുള്ള തൃപ്പരപ്പിലേക്കുള്ള യാത്ര തുടങ്ങി. പോകുന്നതിനിടയിൽ പോലീസിൻ്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കളർഫുള്ളായിട്ട് ചിപ്സും ചക്കവറ്റലും ഒക്കെ ഇവിടെ വച്ചിരിക്കുന്നു വിൽക്കാനായിട്ട്. തൃപ്പരപ്പിലുള്ള ടിക്കറ്റ് ചാർജ് 10 രൂപയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ 10 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന്. ഞങ്ങളിങ്ങനെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കൂടി എടുത്തായിരുന്നു. തൃപ്പരപ്പിലോട്ട് ഇറങ്ങുന്ന 2 സൈഡും നമുക്ക് കുടിക്കുന്നതിനുള്ള ജ്യൂസും പിന്നെ പലതരത്തിലുള്ള ബാഗ് ഐറ്റംസ്, കുളിക്കുവാൻ വേണ്ടിയുള്ള ഡ്രസ്സുകൾ, കുട്ടികൾക്കുള്ള ടോയ്സ് ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. തൃപ്പരപ്പിലോട്ട് ഇറങ്ങിപ്പോകുന്ന ഇരുവശങ്ങളിലും അതിമനോഹരമായിട്ട് ഗാർഡനുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പടികൾ ഇറങ്ങി വേണം നമുക്ക് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിനടുത്ത് എത്താനുള്ളത്. നാഗർകോവിലിൽ നിന്ന് 35 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് 52 കിലോമീറ്ററും അകലെയായിട്ടാണ് ഈ തൃപ്പരപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് താമ്രഭരണി നദിയിലാണ് കേട്ടോ. നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ തൃപ്പരപ്പിലെ വെള്ളച്ചാട്ടം. ഒട്ടും തന്നെ വെള്ളമില്ല, വെള്ളം തീരെ കുറവാണ്. കുളിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹത്തോടെയാണ് വന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേക്കും നമുക്കിന്ന് കുളിക്കാനുള്ളൊരു മൂടൊക്കെ അങ്ങ് പോയി. ഇതാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156